നമ്മൾ കേരളത്തിൽ ഏത് കവലയിൽ നോക്കിയാലും കാണാം ക്ലിപ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോട്ടറി ടിക്കറ്റുകളല്ലേ. ഇതിൽ ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം ചരിത്രത്തിൽ ആദ്യമായി 25 കോടിയിൽ നിന്ന് 30 കോടി രൂപയെ ഗവൺമെന്റ് കൂട്ടിയിരിക്കുകയാണ്. വെറും ഒരു 500 രൂപയുടെ ടിക്കറ്റിലൂടെ തങ്ങളുടെ ജീവിതം മാറുമെന്ന് കരുതി ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇത് വാങ്ങുന്നത്. ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിൽ ലോട്ടറി നിരോധിച്ചപ്പോൾ കേരളത്തിൽ മാത്രം ഇത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി വളർന്നത്? ഇതിന് പിന്നിൽ നമ്മൾ കാണുന്ന ഭാഗ്യത്തിനും അപ്പുറം വമ്പൻ സാമ്പത്തിക ശാസ്ത്രവും പബ്ലിക്കിന് അറിയാത്ത ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമുണ്ട്. നമുക്ക് ഈ 30 കോടി ലോട്ടറിക്ക് പിന്നിലെ യഥാർത്ഥ കണക്കുകൾ വളരെ സിമ്പിൾ ആയെന്ന് നോക്കാം. ഒന്നാമത്, എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? 1967 അന്നത്തെ ധനമന്ത്രി PK കുഞ്ഞാണ് ഈ ഐഡിയ കൊണ്ടുവരുന്നത്. തമിഴ്നാടും കർണാടകയും പോലുള്ള സംസ്ഥാനങ്ങൾ സാധാരണക്കാരുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ലോട്ടറി പൂർണ്ണമായി നിരോധിച്ചപ്പോൾ കേരളം സർക്കാർ മേൽനോട്ടത്തിൽ മാത്രമാക്കി മാറ്റി. ഇതിലൂടെ ഒരു വശത്തെ ടാക്സ് ഇല്ലാതെ സർക്കാരിന് കോടികളുടെ വരുമാനവും മറുവശത്തെ ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് പ്രായമാർക്ക് ഒരു ജീവിതോപാധിയും കിട്ടി. രണ്ടാമത്, 450 കോടിയുടെ വമ്പൻ കളക്ഷൻ. ഇതാണ് ഇതിലെ യഥാർത്ഥ മാക്രോ എക്കണോമിക്സ്. ഈ 30 കോടി ഓണം ബമ്പർ സർക്കാർ ഏകദേശം 90 ലക്ഷം ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്യുന്നത്. 500 രൂപ വെച്ച് നോക്കിയാൽ മൊത്തം കളക്ഷൻ വരുന്നത് 450 കോടി രൂപയാണ്. ഇതിൽ നിന്നും സമ്മാനങ്ങൾക്ക് ഏജന്റ് കമ്മീഷന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 100 കോടി രൂപ നേരെ പോകുന്നത് കാരുണ്യ പോലുള്ള പാവപ്പെട്ട സൗജന്യ ചികിത്സാ ഫണ്ടിലേക്കാണ്. അതായത് ഇതൊരു ലോട്ടറി അല്ല, ജനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സർക്കാരിന് നൽകുന്ന ഒരു തരം വെൽഫെയർ ടാക്സ് ആണ്. മൂന്നാമത്, 90 ലക്ഷത്തിൽ ഒന്നിന്റെ സാധ്യത. നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്താൽ ഈ 30 കോടി അടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ചാൻസ് എത്രയാണെന്ന് അറിയാമോ? 90 ലക്ഷത്തിൽ 1, അതായത് 0.0001% മാത്രം. ഇനി അഥവാ നിങ്ങൾക്ക് അടിച്ചാൽ പോലും ഈ 30 കോടി മുഴുവൻ കയ്യിൽ കിട്ടില്ല. ആദ്യം തന്നെ ടിക്കറ്റിന്റെ വിറ്റ് ഏജന്റിന് 10% കമ്മീഷൻ, അതായത് 3 കോടി പോകും. ബാക്കി തുകയ്ക്ക് 30% ഫ്ലാറ്റ് ഇൻകം ടാക്സും സർചാർജും കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏകദേശം 17.5 കോടി മുതൽ 18 കോടി രൂപ മാത്രമായിരിക്കും. ഒരു രാജ്യത്തിന്റെ വികസനവും സാമൂഹിക ക്ഷേമവും നടക്കുന്നത് ജനങ്ങളെ നിർബന്ധിച്ച് നികുതി പിരിപ്പിക്കുമ്പോൾ മാത്രമല്ല, അവരുടെ ഭാഗ്യപ്രതീക്ഷകളെ ഒരു വമ്പൻ ഹെൽത്ത് കെയർ ഫണ്ടിലേക്ക് എഞ്ചിനാക്കി മാറ്റുമ്പോൾ കൂടിയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുമ്പോൾ ഓർക്കുക, നിങ്ങൾ വാങ്ങുന്നത് വെറും ഒരു ഭാഗ്യമല്ല, മറിച്ച് ഈ നാടിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് നിങ്ങൾ നൽകുന്ന ഒരു കുഞ്ഞു സംഭാവന കൂടിയാണ്. സ്റ്റേ ലോജിക്കൽ. ബൈ.